നമസ്കാരം. വയനാടിൽ രാഹുലിന്റെ വഴിമാറിയ ടി സിദ്ദീഖിന് മുമ്പിൽ നേതൃത്വം വച്ച ഓഫർ എന്താ വെളിപ്പെടുത്തി ടി സിദ്ദീഖ്. AI ഗ്രൂപ്പ് തർക്കങ്ങളായിരുന്നു വയനാട്ടിലെയും വടകരയിലെയും സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിച്ചത്. ടി സിദ്ദീഖിനെയായിരുന്നു A വിഭാഗം വയനാട്ടിലേക്ക് നിർദ്ദേശിച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ I വിഭാഗം തയ്യാറായില്ല. ഒടുവിൽ ഗ്രൂപ്പുകളിൽ തമ്മിലുള്ള വടംവലി അവസാനിക്കുകയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഗ്രൂപ്പുകൾ ഏറെക്കുറെ സമവായത്തിലെത്തുകയും ചെയ്തു. ടി സിദ്ദീഖിനെ തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചത്. ഈ സമയത്താണ് വമ്പൻ ട്വിസ്റ്റ് ബാക്കി വെച്ച ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായത്. എന്നാൽ വയനാട് സീറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം സിദ്ദീഖിന് ഒട്ടനവധി ഓഫർ നൽകിയെന്നായിരുന്നു പ്രചരണം. ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിദ്ദീഖ്. കോൺഗ്രസിന് 100% വിജയസാധ്യതയുള്ള രാജ്യത്തെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട്. I ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിന് വേണ്ടി ഇത്തവണ കോൺഗ്രസിൽ വൻ ഗ്രൂപ്പ് തർക്കമാണ് ഉടലെടുത്തത്. ടി സിദ്ദീഖിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു A ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ചെന്നിത്തലയും I ഗ്രൂപ്പും കടുപ്പിച്ചു. ഇതോടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും നീണ്ടു. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അയയില്ല എന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടു. സമവായമുണ്ടാക്കി സ്ഥാനാർത്ഥിയായി സിദ്ദീഖിനെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. ഔദ്യോഗിക പ്രഖ്യാപനം വരും മുമ്പ് തന്നെ ടി സിദ്ദീഖ് വയനാട്ടിലെത്തി പ്രചരണവും തുടങ്ങി. സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ചെന്നിത്തലയും I ഗ്രൂപ്പും അസംതൃപ്തരുമായിരുന്നു. ഇതിനിടെയാണ് ട്വിസ്റ്റായി സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ട് വരുന്നത്. KC വേണുഗോപാലാണ് കേന്ദ്രത്തിൽ ഇതിനായി ചരട് വലിച്ചതെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അതേസമയം സിദ്ദീഖിന് മുമ്പിൽ വൻ ഓഫറാണ് സീറ്റിൽ നിന്ന് പിന്മാറാൻ ലഭിച്ചതെന്ന പ്രചാരണങ്ങൾ ഉയർന്നു. രാജ്യസഭ MP, AICC ജനറൽ സെക്രട്ടറി എന്നീ പദവികളാണ് വാഗ്ദാനം ചെയ്തതെന്നായിരുന്നു പ്രചരണങ്ങൾ. എന്നാൽ ഇത്തരം പ്രചരണങ്ങളിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ടി സിദ്ദീഖ് തന്നെ. വയനാട് സീറ്റ് വിട്ടു നൽകാൻ അത്തരത്തിൽ ഒരു ഓഫറും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് സിദ്ദീഖ് വ്യക്തമാക്കുന്നു. അത്തരം എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിരുന്നെങ്കിൽ തന്നെ അത്തരമൊരു ഡിമാൻഡ് സംസാരിക്കാൻ പോലും താൻ ഒരുക്കമല്ലായിരുന്നുവെന്നും സിദ്ദീഖ് വ്യക്തമാക്കി. നേതൃത്വം ഒരു കണ്ടീഷനും വെച്ച് തന്നോട് സംസാരിച്ചിട്ടില്ല. തന്നെ സാന്ത്വനിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിട്ടില്ല. മുന്നോട്ടുള്ള തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്റെ പ്രവൃത്തികളും അധ്വാനവും പരിഗണിച്ച നേതൃത്വമാണ് പുതിയ പദവികൾ നൽകേണ്ടത്. പാർട്ടി തലത്തിലാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തന്നെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും അങ്ങേയറ്റം കൃത്യമായി നിർവഹിക്കാറുണ്ട്. വയനാട്ടിൽ ഒരു കണ്ടീഷനും ഉണ്ടായിട്ടില്ലെന്നും സിദ്ദീഖ് കൂട്ടിച്ചേർക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ സിദ്ദീഖ് ഫേസ്ബുക്കിലും സന്തോഷം പങ്കുവച്ചിരുന്നു. ഭാവി പ്രധാനമന്ത്രിക്ക് സ്വാഗതമെന്നായിരുന്നു സിദ്ദീഖ് പറഞ്ഞിരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നതോടുകൂടി വയനാട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിപ്പിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഒരു ഒഴിയാബാധയായി മാറിയിരിക്കുകയാണ് ടി സിദ്ദീഖ്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കോൺഗ്രസിനെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ് വോട്ട് ചോദിക്കുമ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമാണ് ഉൾപ്പെട്ടത് എന്നുള്ളത് പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷം. ടി സിദ്ദീഖിനെ വയനാട്ടിൽ നിന്നും മാറ്റിയതും ടി സിദ്ദീഖിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൻ്റെതാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തകർക്കിടയിലും മുറുമുറുപ്പുണ്ട്. എന്തായാലും ടി സിദ്ദീഖും പാർട്ടിയും തമ്മിലുള്ള ഇടപാടുകളും ബന്ധങ്ങളും തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. സ്ത്രീ സൗന്ദര്യത്തിന് പരിപൂർണതയേകാൻ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ദീപ ഗോൾഡ്. പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ. നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപ ഗോൾഡ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.